ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചരി 3/4 കപ്പ്, ചെറിയ ജീരകം കുറച്ച്, 2 ഏലക്ക, 4 ശർക്കര, 3/4 കപ്പ് സൂചിപ്പൊടി, 3/4 കപ്പ് മൈദ. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു 4 മണി പലഹാരം, അതായത് നെയ്യപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുള്ള ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നമുക്കിതിനകത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നെയ്യപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയ കൂട്ട് ഇവിടെ നല്ലോണം റെഡിയായി. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ ആയി വന്നാൽ നമുക്ക് നല്ല നെയ്യപ്പം ഇടാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇടുന്നുണ്ട്. ഞാൻ തേങ്ങ ചിരകിയതാണ് ഇടുന്നത്. പിന്നെ 2 ചെറിയ ഉള്ളി, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് നല്ലോണം ഇളക്കി ചേർത്തെടുക്കാം. ഈ സമയം നമുക്കിവിടെ റെസ്റ്റിന് വെക്കാം. ഓക്കെ, ഇനി നമുക്കിത് അപ്പം ചൂടാൻ പോകാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തിളയ്ക്കാൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അപ്പം ഒഴിച്ച് കൊടുക്കാം. സൂപ്പർ അപ്പമായിരിക്കും. അപ്പം ഇവിടെ നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. ഇവിടെ അപ്പം ഇവിടെ പൊന്തി വരുന്നുണ്ട്. നല്ല അപ്പം ഉണ്ടല്ലേ, സൂപ്പർ അപ്പം. രണ്ട് പുറം തിരിച്ചിട്ടിട്ട് നല്ലോണം ചുമന്ന് വരുന്നവരെ ഇങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടുക. നല്ല നെയ്യപ്പാണ്. ഒരു ബൗൾ നിറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നമുക്ക് 4 മണിയായി പലഹാരമായിട്ട് നല്ല അപ്പം. അതാ കണ്ട, നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അപ്പം. അടിപൊളി, സൂപ്പർ.